നടി സൗന്ദര്യ ഓർമ്മയില്ലേ? മലയാളത്തിലാകെ 2 ചിത്രത്തിൽ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ഒരു നടിയായിരുന്നു സൗന്ദര്യ. കിളിച്ചുണ്ടൻ മാമ്പഴം, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നീ 2 മലയാള സിനിമകളിലായിരുന്നു സൗന്ദര്യ അഭിനയിച്ചിട്ടുള്ളത്. മാത്രമല്ല മറ്റനവധി ഭാഷകളിലും സൗന്ദര്യ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2 പതിറ്റാണ്ട് മുന്നേ ആയിരുന്നു സൗന്ദര്യയുടെ മരണം വാർത്തയായിരുന്നത്. അന്നൊരു വിമാന അപകടത്തിലാണ് സൗന്ദര്യ മരിച്ചത്. അതൊരു വിമാന അപകടമല്ല, അതൊരു ആസൂത്രിതമായിരുന്നു എന്ന ചർച്ചകളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ആസൂത്രിത കൊലപാതകമാണെന്ന് ഉയർന്നു വരുമ്പോൾ അതിന്റെ ആരോപണം ഉയരുന്നത് തെലുങ്ക് നടനായ മോഹൻ ബാബുവിന്റെ നേർക്കാണ്. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമേ പറയുവാണെങ്കിൽ സൗന്ദര്യയുടെ യഥാർത്ഥ പേര് സൗമ്യ സത്യനാരായണൻ എന്നായിരുന്നു. 1972 ജൂലൈ 18 ജനനം. അതുപോലെ തന്നെ 2004 ഏപ്രിൽ 17 വിമാന അപകടത്തെ തുടർന്ന് 32-ാം വയസ്സിലാണ് സൗന്ദര്യ മരണപ്പെടുന്നത്. സൗന്ദര്യയുടെ ജനനം കർണാടകയിലായിരുന്നു. അവരുടെ അച്ഛൻ സത്യനാരായണ പ്രശസ്തനായ ഒരു പ്രൊഡ്യൂസർ കൂടിയായിരുന്നു. അതുമല്ല അദ്ദേഹം അറിയപ്പെടുന്ന ഒരു തിരക്കഥാകൃത്ത് കൂടിയായിരുന്നു. ഈ സൗന്ദര്യ 90കളുടെ ആദ്യവും ഒടുക്കവും ഒക്കെ ആയിട്ട് കന്നഡ, തെലുങ്ക്, തമിഴ്, മലയാളം തുടങ്ങി 100ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ 2 ചിത്രത്തിൽ മാത്രമാണെങ്കിലും മറ്റു ഭാഷകളിലായി 100ഓളം ചിത്രത്തിൽ മൊത്തത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. 2004 ഏപ്രിൽ 17 ആ വിമാന അപകടം ഉണ്ടാകുന്നത്. ചെറു വിമാനമായിരുന്നു. ബാംഗ്ലൂരിനടുത്ത് ജക്കൂർ എന്ന സ്ഥലത്ത് വെച്ചാണ് ആ ചെറു വിമാനം തകർന്നു വീണ് കത്തിയത്. അഗ്നി ഏവിയേഷൻസിന്റെ സെസ്ന 180 എന്ന വിമാനമാണ് തകർന്നു വീണത്. അതിൽ സൗന്ദര്യയുടെ സഹോദരനടക്കം 4-5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആ ചെറു വിമാനത്തിന്റെ പൈലറ്റ് മലയാളിയായ ജോയ് ഫിലിപ്പ് എന്ന് പറയുന്ന ആളായിരുന്നു. മാത്രമല്ല സൗന്ദര്യയുടെ സഹോദരനും ഈ മലയാളിയായ പൈലറ്റും കൂടാതെ ഒരു BJP നേതാവും ആയിരുന്നു ആ പ്ലെയിനിലുണ്ടായിരുന്നത്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന സമയമായിരുന്നു അത്. സൗന്ദര്യ BJP ചേർന്നിട്ട് ഏകദേശം 1 വർഷം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നതിന് വേണ്ടിയിട്ട് ആന്ധ്രയിലേക്ക് പോകാൻ വേണ്ടി BJP തന്നെ വിട്ടുകൊടുത്ത ഒരു വിമാനമായിരുന്നു അത്. ആ വിമാനമാണ് ജസ്റ്റ് ഉയർന്നു പൊങ്ങി അപ്പോൾ തന്നെ അത് കത്തി അവിടെ വീഴുകയാണ് ഉണ്ടായത്. മരണസമയത്ത് സൗന്ദര്യയ്ക്ക് 32 വയസ്സായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് വെറും 1 വർഷം മാത്രമേ തികഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല സൗന്ദര്യ അന്ന് ഗർഭിണിയായിരുന്നു എന്നാണ് അറിയപ്പെടാൻ കഴിഞ്ഞിരിക്കുന്നത്. രഘുകുമാർ എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു സൗന്ദര്യയുടെ ഭർത്താവ്. 10 പതിറ്റാണ്ടിന് ശേഷം സൗന്ദര്യയുടെ മരണം കൊലപാതകമാണെന്ന വാർത്ത ഉയർന്നു വരാൻ കാരണം ആന്ധ്രയിലെ ഒരു നേതാവായ ചിട്ടിമെല്ലു ആണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ചിട്ടിമെല്ലു ആന്ധ്രയിലെ ഒരു പൊതുപ്രവർത്തകനാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത് ആസൂത്രിതമായിട്ടുള്ള ഒരു പ്ലെയിൻ ക്രാഷ് ആയിരുന്നു അതെന്നാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പക്കൽ അതിനുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേസാവുമോ അതെയോ പുനരന്വേഷണം ആരംഭിക്കുമോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല. ആരോപണം ഉയർത്തിയിരിക്കുന്നത് തെലുങ്ക് നടനായ മോഹൻ ബാബുവിനെതിരെയാണ്. അതിന് പ്രത്യേകിച്ച് ഒരു കാരണം കൂടിയുണ്ട്. സൗന്ദര്യയുടെ സഹോദരൻ്റെയും പേരിൽ ആന്ധ്രയിലെ ജൽപല്ലിയിൽ 6 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. ആ ഭൂമി മോഹൻ ബാബു ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് വിട്ടുകൊടുക്കാൻ ഇവർ തയ്യാറുമായിരുന്നില്ല. അതിൻ്റെ പേരിൽ അവർ തമ്മിൽ തർക്കങ്ങളൊക്കെ നടന്നിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുന്നത്. പ്രശ്നത്തെ തുടർന്ന് മോഹൻ ബാബുവും സൗന്ദര്യമൊക്കെ തമ്മിൽ വലിയ വാക്കുതർക്കം ഉണ്ടാവുകയും കേസിലൊക്കെ പോകാൻ നിൽക്കുന്ന സമയമായിരുന്നു അത്. മാത്രമല്ല സൗന്ദര്യയുടെ മരണത്തിന് ശേഷം ഈ 6 ഏക്കർ ഭൂമി ഇപ്പോൾ മോഹൻ ബാബുവിൻ്റെ പക്ഷത്ത് തന്നെയാണുള്ളത്. കൂടാതെ ഈ ഭൂമിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ റീസെൻ്റ്ലി മോഹൻ ബാബുവും അവരുടെ മകനും തമ്മിൽ ഭയങ്കര തർക്കം നടക്കുന്നുണ്ട്. അതൊരു കേസ് വരെ ആയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. വാർത്തകളെല്ലാം ന്യൂസിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചിട്ടിമെല്ലു ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് വന്നിരിക്കുന്നത്. കാരണം സൗന്ദര്യം മരണപ്പെടുന്ന സമയത്ത് ആ ഭൂമിക്ക് വേണ്ടി മോഹൻ ബാബുവും സൗന്ദര്യം തമ്മിൽ നല്ല വാക്കുതർക്കവും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലീഗലി വരെ മൂവ് ചെയ്യാൻ നിന്നിരുന്ന സമയമായിരുന്നു. അപ്പോൾ അത് ഇതും ആയിട്ട് റിലേറ്റഡ് ആണെന്നാണ് ഇപ്പോൾ ചിട്ടിമെല്ലു പറഞ്ഞു വന്നിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ന്യൂസുകളിൽ മോഹൻ ബാബുവും മകനും തമ്മിൽ ഈ സെയിം ഭൂമിക്ക് വേണ്ടിയുള്ള തർക്കം നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ തെളിവുകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് നമുക്കറിയില്ല. മാത്രമല്ല സൗന്ദര്യയുടെ ഭർത്താവ് ഇക്കാര്യങ്ങളൊക്കെ നിഷേധിച്ചതായിട്ടാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിൽ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല. സൗന്ദര്യയുടെ ഭർത്താവ് കൂടി ഇക്കാര്യം നിഷേധിച്ചതിനാൽ തുടർന്ന് ഇതിന് പുനരന്വേഷണം ഉണ്ടാവുമോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഉറപ്പില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം ആന്ധ്രയിൽ ഈ ഒരു സംഭവം വളരെ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ഏകദേശം ഒരു 2004 മരണപ്പെട്ടതാണ്. ഇപ്പോൾ 2025 എങ്കിൽ ഇത്രയും നാളുകൾക്ക് ശേഷം 20ഓളം വർഷങ്ങൾ 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഈ കേസ് വീണ്ടും കുത്തിപ്പൊക്കി വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ കാത്തിരുന്ന് കണ്ടുവരും. പക്ഷേ ഈ ന്യൂസുകൾക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൽ കൊല്ലപ്പെട്ട ഒരാൾ മലയാളിയാണ്. അതായത് പൈലറ്റ്. അന്ന് ആ ചെറു വിമാനം ഓടിച്ചിരുന്ന പൈലറ്റ് മലയാളിയായ ജോയ് ഫിലിപ്പ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇപ്പോഴും മകൻ്റെ മരണത്തിൽ നിന്നും തിരിച്ചു കയറാൻ പറ്റാത്ത അത്രയും സങ്കടത്തിലാണ് ജീവിക്കുന്നത്. അവരുടെ കുറേ കാര്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഈ അപകടം നടക്കുമ്പോൾ പൈലറ്റിൻ്റെ വീഴ്ചയാണെന്നും പറഞ്ഞ് ഈ മരിച്ച
പൈലറ്റായ ജോയി ഫിലിപ്പിനെതിരെ കുറേ ആരോപണങ്ങൾ വിമാന കമ്പനിയും മറ്റും ഉയർത്തി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വിമാനത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത് ഒത്തിരി പഴക്കമുള്ളതും ഇൻഷുറൻസ് പോലും ഇല്ലാത്ത ടൈപ്പ് വിമാനമായിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത്. പക്ഷേ ഇതിൻ്റെ പേരിൽ കുറേ കേസുകളൊക്കെ നടന്നെങ്കിലും ഒന്നും ഒരു തീരുമാനമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനെതിരെ മരിച്ച ജോയി ഫിലിപ്പിൻ്റെ അച്ഛനും അമ്മയും പേരൻസ് എല്ലാവരും കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവർക്ക് ഒരു നീതിയും ലഭിച്ചിട്ടില്ലെന്ന് അവർ പറയുന്നുണ്ട്. ഇതിൽ സത്യാവസ്ഥ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊരു ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഇക്കാര്യം കൂടി തീർച്ചയായും അന്വേഷിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ സൗന്ദര്യയുടെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ അതൊരു അപകട മരണമാണ്, ആസൂത്രിതമാണ് എന്നൊക്കെ ഒരാൾ വന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് തെളിവുകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു കേസായി മാറുമോ, പ്രത്യേകിച്ച് സൗന്ദര്യയുടെ ഹസ്ബൻഡിന് പരാതികളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ അതൊരു കേസായിട്ട് എടുക്കുമോ, പുനരന്വേഷണം നടത്തുമോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല. പക്ഷേ നടത്തിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ആരോപണത്തിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് അറിയണം. മാത്രമല്ല ഈ പറയുന്ന മരിച്ച മലയാളിയായ പൈലറ്റ് അവർക്ക് ഒരു നീതി കിട്ടണം. അവരിപ്പോഴും നിയമ പോരാട്ടത്തിലാണ്. പ്രായമായ അച്ഛനും അമ്മയും അന്ന് തളർന്നു വീണ് സങ്കടത്തിൽ ജീവിക്കുന്ന അവർക്ക് ഒരു ആശ്വാസം ഈ ഒരു ന്യൂസ് കാരണം സത്യാവസ്ഥ പുറത്തു വരുവാണെങ്കിൽ അവർക്ക് തീർച്ചയായും നീതി കിട്ടുവാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം സൗന്ദര്യയുടെ മരണവും മാത്രമല്ല ഈ പൈലറ്റിനെതിരെ വന്ന ആരോപണങ്ങളെല്ലാം തെളിയിക്കപ്പെടണം. ഏതാണ് സത്യം ഏതാണ് ന്യായം എന്നുള്ളത് അറിയുക തന്നെ വേണം. എത്ര നാൾ കഴിഞ്ഞാലും സത്യം മുഖംമൂടി മാറ്റി പുറത്തു വരുമെന്നല്ലേ പറയുന്നത്. അപ്പം ഇതും അങ്ങനെ എന്തെങ്കിലും ആവാം. എന്താണെങ്കിലും നമുക്ക് അതിനെപ്പറ്റി ഒന്നും വ്യക്തമായിട്ട് അറിയില്ല. ഇനി കേസാവുമോ എന്നും അറിയില്ല. അപ്പോൾ എന്തായാലും കണ്ടിരുന്ന് കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ പറയുക. ഓക്കെ, ബൈ.